श्रवणत्वगारी प्राणान्नमो भगवते पुरुषाय तुभ्यम् इन्दुकुन्दतुषाराभा भक्तचित्तानुवर्तिनी वाणी मे रत्नारङ्गे करोतु नटनं सदा प्रेमप्रदाने च विचक्षणाभ्यां
അനന്യഭക്തൈः അഭിവന്ദിതാഭ്യാം മരീയചിത്താസനശോഭിതാഭ്യാം നമോ നമഃ പ്രേമികപാദുകാഭ്യാം സ്വസുഖനിഭൃതചേതാഃ തദ്യുഗസ്ഥാന്യഭാവോऽപി അജിതരുചിരനീലാകൃഷ്ടസാരസ്തദീയം യതനുതകൃപയാ യഃ തത്വദീപം പുരാണം തം അഖിലവൃജിനഗ്നം വ്യാസസൂനും നതോസ്മി. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ജയ് ബോൾ സദ്ഗുരുനാഥ് മഹാരാജ് കി ജയ്. നാലാമത്തെ സ്കന്ധത്തിൽ ദക്ഷയാഗത്തിന് ശേഷം 5 അധ്യായങ്ങളിലാണ് ഇവിടെ ധ്രുവചരിത്രം വർണ്ണിക്കുന്നു. അതിനു മുമ്പ് ആദ്യം അധർമ്മത്തിൻ്റെ പരമ്പര കൂടി വർണ്ണിക്കുന്നു. അധർമ്മത്തിൻ്റെ പരമ്പര പറയാൻ കാരണം അത് ചെയ്യാൻ പാടില്ല, അതിനു വേണ്ടി അതും കൂടി വർണ്ണിച്ചിട്ടാണ് സ്വയംഭൗമന്റെ 2ാമത്തെ പുത്രനായ ഉത്താനപാദൻ്റെ കഥ ഇവിടെ എടുത്തു പറയുന്നു. ഉത്താനപാദനക്ക് വലിയ കഥ ഒന്നും ഇല്ലെങ്കിലും അവൻ്റെ പുത്രൻ ധ്രുവൻ്റെ കഥ പറയാൻ വേണ്ടിയാണ് ഇവിടെ എടുത്തു പറയുന്നു. ജായേ ഉത്താനപാദസ്യ സുനീതി സുരുചിസ്തയോഗോ സുരുചി പ്രേയസീ പത്യുഃ നേതരായത്സുതോ ധ്രുവഃ. ഉത്താനപാദൻ്റെ ഭാര്യമാർ 2 പേരാണ്, സുനീതി സുരുചി. എന്താ അർത്ഥം? സുനീതി പറഞ്ഞാൽ നീതി വഴി കൂടി പോകുന്നവർ, സുരുചി പറഞ്ഞാൽ നീതി നോക്കാതെ രുചിപ്രകാരം പോകുന്നവർ. സുനീതിയുടെ മകൻ്റെ പേരാണ് ധ്രുവൻ, സുരുചി മകൻ്റെ പേരാണ് ഉത്തമൻ. ഉത്താനപാദൻ ഒരു രാജാവിൻ്റെ കഥയായിട്ട് വിചാരിക്കേണ്ട, നമ്മൾ എല്ലാവരും ഉത്താനപാദന്മാർ തന്നെയാണ്. ഉത്താനപാദം പറഞ്ഞാൽ അർത്ഥം സംസ്കൃതത്തിൽ ഉത് പറഞ്ഞാൽ മേലെ എന്നർത്ഥം. മേലെ കാലം തല താഴെ ഉള്ള ആൾക്കാരാണ്. നമ്മൾ ജനിച്ചതൊക്കെ അങ്ങനല്ലേ. ഇപ്പം നമ്മൾ എല്ലാവരും, എല്ലാ ജീവന്മാരും ഉത്താനപാദന്മാരാണ്. ഓരോ ജീവർക്ക് 2 വിധ ബുദ്ധി. നീതി വഴി കൂടി പോകുന്ന ബുദ്ധിയും രുചിപ്രകാരം പോകുന്ന ബുദ്ധി. നീതി വഴി കൂടി പോകുന്ന ബുദ്ധിയിൽ ആണ് ധ്രുവം, ശാശ്വതമായ ആനന്ദം കിട്ടുള്ളൂ. അതാണ് സുനീതി മകൻ്റെ പേര് ധ്രുവൻ പറയാൻ കാരണം. സുരുചി മകൻ്റെ പേര് ഉത്തമൻ പറയാൻ കാരണം രുചിപ്രകാരം പോകുമ്പോൾ കുറച്ചു കാലം ആ സുഖം ഉത്തമമായിട്ട് തോന്നുള്ളൂ, പിന്നെ അത് ശാശ്വതമായി ഇരിക്കില്ല. അതുകൊണ്ടാണ് ഇവരുടെ പേരിൽ തന്നെ ഒരു തത്വം ഇവിടെ മഹാത്മാക്കൾ പറയുന്നു. സുനീതിയുടെ മകൻ ധ്രുവനും സുരുചി മകൻ ഉത്തമൻ ഒന്നിച്ചേ കളിക്കുള്ളൂ. അങ്ങനെ ഒരു ദിവസം തൻ്റെ അനുജനെ വിളിക്കാൻ വേണ്ടിയാണ് അവിടെ വന്നു ധ്രുവൻ. അവിടെ വന്നപ്പോഴാണ് അച്ഛൻ്റെ മടിത്തട്ടിൽ ഉത്തമനെ കണ്ടു. അച്ഛൻ്റെ മടിത്തട്ടിൽ ഉത്തമനെ കണ്ടപ്പോൾ സ്വയം കയറിയിരിക്കണം തോന്നി അച്ഛൻ്റെ മടിത്തട്ടിൽ. അങ്ങനെ കയറാൻ ശ്രമിക്കുമ്പോഴാണ് സുരുചി ധ്രുവനോട് പറയുന്നു, നവത്സപതിഷ്ണ്യം ഭവാനാരോടുമർഹതി നഗൃഹീതോ മയായത്വം കുക്ഷാവപിതുപാത്മജഃ ബാലോസി വദനാത്മാനം അന്യസ്ത്രീ ഗർഭസംഭൃതം നൂനം വേദ ഭവാന്യസ്യ ദുർലഭേച്ഛേ മനോരഥഃ. ആദ്യം വത്സാന്ന് വിളിച്ച്, ചെറിയ ഉണ്ണിയാണെന്ന് വിളിച്ച്. ഉണ്ണീന്ന് വിളിച്ച് സുരുചി ധ്രുവൻ്റെ ആ തേജസ് കണ്ടപ്പോൾ ഉണ്ണി വിളിക്കാൻ തോന്നിട്ടില്ല. ഭവാൻ ആരോടുമർഹതി. ഭവാൻ എന്നാണ് പറയുന്നത്. നിന്നെപ്പോലെ വലിയ ആൾക്കാർ ഈ ഉത്താനപാദൻ്റെ മടിത്തട്ടിൽ കയറേണ്ട ആവശ്യമില്ല. നീ നല്ല ആളല്ലേ, നല്ല കുട്ടിയല്ലേ, നീ ഭഗവാന്റെ മടിത്തട്ടിൽ കയറേണ്ട ആളാണ്. ഭഗവാന്റെ മടിത്തട്ടിൽ കയറണമെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം തപസ് ചെയ്യണം. തപസാരാജ്യ പുരുഷം തസ്സൈവ അനുഗ്രഹേണ മേ. എൻ്റെ മടിത്തട്ടിൽ കയറാൻ താല്പര്യം ഉണ്ടായാലോ, അല്ലെങ്കിൽ ഭഗവാന്റെ മടിത്തട്ടിൽ കയറണമെങ്കിലും രണ്ടത്തിനും തപസ്സാണ് പ്രധാനം. അപ്പോൾ ആദ്യം തപസ് ചെയ്ത് എൻ്റെ മടിത്തട്ടിൽ വരണമെങ്കിൽ എൻ്റെ
അടുത്ത് വരണമെങ്കിൽ, അച്ഛൻ്റെ മടിത്തട്ടിൽ കയറണമെങ്കിൽ തപസ് ചെയ്ത് ഭഗവാനോട് പ്രാർത്ഥിക്കൂ. സുരുചിയമ്മ വയറ്റിൽ ജനിക്കണം. അങ്ങനെ പ്രാർത്ഥിച്ച് വരം വാങ്ങി ജനിച്ചാൽ മാത്രമേ അച്ഛൻ്റെ മടിത്തട്ടിൽ കയറാൻ പറ്റുള്ളൂ. ഇത് പറഞ്ഞപ്പോൾ ധ്രുവനക്ക് സങ്കടമായി, കരച്ചിൽ വന്നു. അത് സ്വയം അടക്കി നിർത്തി അമ്മയുടെ അടുത്ത് വന്ന് കരഞ്ഞു. കുട്ടികളൊക്കെ അമ്മയെ കാണുമ്പോഴേ കരയുള്ളൂ. ചിലപ്പോൾ രാവിലെ അവർ പകൽ സമയത്ത് കളിക്കുമ്പോൾ വീഴും, പിന്നെ അത് മറക്കും. പിന്നെ വൈകുന്നേരം അമ്മയെ കാണുമ്പോൾ അമ്മയെ പറയും. എന്താ ചോദിച്ചാൽ രാവിലെ അവിടെ വീണ് പോയി. ഇങ്ങനെയൊക്കെ കുട്ടികൾ അമ്മയോടാണ് സ്വന്തം സങ്കടം എടുത്ത് പറയുള്ളൂ. ഇപ്പോൾ അമ്മയോട് കൂടെ പറയുന്നില്ല. അച്ഛനമ്മമാർ കുട്ടികളോട് സംസാരിക്കുന്നില്ലല്ലോ. എല്ലാ അച്ഛനമ്മമാരും മൊബൈലിലാണെങ്കിൽ തോണ്ടിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ കുട്ടിയിരിക്കും അവർ സ്വന്തം മൊബൈൽ തോണ്ടി ആരോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. അവരിങ്ങനെ വിളിച്ചു കൊണ്ടുപോകുന്നു. അങ്ങനെ ആവറത് അച്ഛനമ്മമാർ കുറച്ച് നേരമെങ്കിലും കുട്ടികളോട് ഒരുമിച്ച് ഇരുന്ന് സംസാരിക്കണം. അവരുടെ പ്രശ്നം എന്താണ് ചോദിക്കണം. അച്ഛനോട് പറയുകയും അറിഞ്ഞില്ലെങ്കിൽ അമ്മയോട് ധൈര്യമായിട്ട് കുട്ടികൾ സംസാരിക്കണം. അങ്ങനെ സംസാരിക്കാതെ ഒരു ദോഷം കൊണ്ടാണ് ഈ ലൗകികത്തിൽപ്പെട്ട് കുട്ടികളൊക്കെ അവിടെ ഓടിപ്പോകാൻ കാരണം. അപ്പോൾ അമ്മമാരെല്ലാവരും കുറച്ച് നേരമെങ്കിലും മൊബൈൽ മാറ്റി വെച്ച് കുട്ടികളോട് സംസാരിക്കണം. കുട്ടികളോട് പറയണം സ്വന്തം അവിടെ സ്കൂളിൽ എന്താണ് ഇതൊക്കെ സംസാരിക്കണം. അതുകൊണ്ടാണ് ധൈര്യമായിട്ട് കുട്ടികൾ അമ്മയോട് എല്ലാ ദുഃഖവും തുറന്ന് പറയണം. ഇവിടെ ധ്രുവൻ പറഞ്ഞു, അച്ഛൻ്റെ മടിയിൽ കയറാൻ പുറപ്പെട്ടപ്പോൾ ചോദിച്ചമ്മ എന്നെ ചീത്ത വിളിച്ചു പറഞ്ഞപ്പോൾ സുനീതി നല്ല വാക്കുകൂടെ ഉപദേശിക്കുന്നു. സത്യം സുനീതി ഇവിടെ പറയുന്നു, സത്യം സുരുച്യാഭിഹിതം ഭവാന്യേ യദ്ദുർഭഗായ ഉദരേ ഗൃഹീതഃ സ്തന്യേന വൃദ്ധശ്ച വിലജ്ജത്തെ യാം ഭാഗേതി വാവൂഢും ഇടസ്പതിർമാം. സുനീതി നല്ല ഉപദേശമാണ് അവിടെ കൊടുക്കുന്നത്. സത്യം സുരുച്യ അഭിഹിതം. സുരുചി പറഞ്ഞത് സത്യം തന്നെയാണ്. ചെറിയമ്മ എന്ത് പറഞ്ഞു? കാട്ടിൽ പോയി തപസ് ചെയ്ത് ഭഗവാനെ കാണണം അല്ലേ പറഞ്ഞു. അത് സത്യം തന്നെയാണ്. നമുക്ക് ദുഃഖം വരാൻ കാരണം വേറെ ആളില്ലേ. നമ്മൾ ചെയ്ത് പുണ്യകർമ്മങ്ങളാണ് സുഖവും, നമ്മൾ ചെയ്ത ദുഷ്കർമ്മങ്ങളാണ് ദുഃഖമായിട്ട് വരുന്നത്. സുഖസ്യ ദുഃഖസ്യ നകോപി ജാത പരോദദാതീതി കുബുദ്ധിദേശ. ഒരു കഥ പറയുന്നുണ്ട്, മഹാഭാരതത്തിലാണ്, എവിടെയാണ് ഓർമ്മയില്ല. ഒരു അമ്മയും ചെറിയ കുഞ്ഞുമായി ഒരു നദീ തീരത്തിൽ താമസിച്ചിരുന്നു. ഒരു ദിവസം അമ്മ കുഞ്ഞിനെ അവിടെ തൻ്റെ കുടിയിൽ വെച്ചിട്ട് അടുത്തുള്ള പുഴയിൽ കുളിച്ച് വരും മുമ്പ് തന്നെ ഒരു പാമ്പ് ആ കുഞ്ഞിനെ കടിച്ചു. കുഞ്ഞു മരിച്ചു. അപ്പോൾ അമ്മയ്ക്ക് വളരെ സങ്കടം. ആ സമയത്താണ് അവിടെ ഒരു വേടൻ വന്നു. കാട്ടാളൻ അവിടെ വന്നു ആ പാമ്പിനെ കണ്ടപ്പോൾ പിടിച്ചു പാമ്പിനെ. അമ്മയോട് പറഞ്ഞു, അമ്മേ നിൻ്റെ കുട്ടിയെ കടിച്ചു കൊന്നത് ഈ പാമ്പാണ്. ഈ പാമ്പാണ് 2-3 കഷ്ണമാക്കി ഇപ്പോൾ തന്നെ പടവലങ്ക പോലെ ശിക്ഷ കൊടുക്കാം. അങ്ങനെ ആ പാമ്പിനെ പിടിച്ചപ്പോഴാണ് ആ പാമ്പ് സംസാരിക്കാൻ തുടങ്ങി. എന്നോട് ഒരു തെറ്റില്ലേ, കാരണം ഞാൻ എല്ലാവരെയും ഇഷ്ടപ്പെട്ട് ഓരോരാളായിട്ട് പോയി കടിക്കാറില്ലേ. ചിലപ്പോൾ പാമ്പിൻ്റെ പുറ്റിൻ്റെ അടുത്ത് തലവെച്ച് കിടക്കുന്ന ആൾക്കാരെ കടിക്കാറില്ലേ. ചിലപ്പോൾ പാമ്പ് എന്ത് ചെയ്യും, വീട്ടിൽ കയറി ഒരാൾ പോയി കടിക്കും. കാരണം എന്താ, അവൻ്റെ തലയിൽ എഴുതി വെച്ചിട്ടുണ്ട്, സർപ്പ ചൗര അഗ്നി വിദ്യുത്യ ക്ഷുത്രവ്യാധ്യാദിവൻ കൃപ പഞ്ചത്വം മൃച്ഛതേ ജന്തു ഭുങ്ക്തേ ആരബ്ധകർമ്മതത്. പരീക്ഷിത്ത് പാമ്പ് കടിച്ച് മരിച്ചപ്പോഴാണ് അവിടെ പറയുന്നത്, ഭുങ്ക്തേ ആരബ്ധകർമ്മതത്. അവൻ്റെ പ്രാരബ്ധമുണ്ടെങ്കിലേ പാമ്പ് വന്ന് കടിക്കുള്ളൂ. അപ്പം എന്നോട് എൻ്റെ പേരിൽ കുറ്റമില്ലേ, എന്നെ പ്രേരിപ്പിച്ചത് മൃത്യുവാണ്, മൃത്യുവോടാണ് നീ പറയുന്നത്. അപ്പോൾ വേടൻ പറഞ്ഞു, നിന്നെയും ശിക്ഷിക്കണം, നിന്നെ പ്രേരിപ്പിച്ച് ചെറിയ കുഞ്ഞിനെ എന്ത് തെറ്റ് ചെയ്തു, ചെറിയ കുഞ്ഞിനെ കടിച്ചില്ലേ, നിന്നെയും ശിക്ഷിക്കണം, ആ മൃത്യുവിനെയും ശിക്ഷിക്കണം പറഞ്ഞപ്പോഴാണ് അവിടെ മൃത്യുദേവത വന്നു. എൻ്റെ പേരിൽ കുറ്റമില്ലേ, എനിക്ക് മുമ്പ് വേറൊരാളുണ്ട്, എനിക്ക് മുമ്പായിട്ട് കാലനൊരാളുണ്ട്. ഈ കാലനാണ് എന്നോട് പ്രേരിപ്പിക്കണം, അവിടെ പോയി ഇയാളെ എന്ത് ചെയ്തോളൂ, ഇയാളെ എന്ത് ചെയ്തോളൂ. അപ്പോൾ വേടൻ പറഞ്ഞു, നിന്നെയും ശിക്ഷിക്കണം, മൃത്യുവിനെയും ശിക്ഷിക്കണം, നിന്നെ പ്രേരിപ്പിച്ച കാലനെയും കൂടി ശിക്ഷിക്കണം.
അപ്പോഴാണ് കാലൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. എൻ്റെ പേരിൽ കുറ്റമില്ലേ, എനിക്ക് മുമ്പ് പോയ എനിക്ക് മുന്നിൽ വേറെ ആളുണ്ട്, യമൻ. യമൻ ധർമ്മരാജാവാണ് ഇങ്ങനെ ഓരോരാളുടെ പ്രേരണ ചെയ്യാൻ പറയുന്നു. അപ്പോൾ വേടൻ പറഞ്ഞു, അപ്പോൾ നിങ്ങൾ 4 പേരെയും ശിക്ഷിക്കണം. ഈ കുഞ്ഞിനെ കടിച്ച് പുണ്യപാപം എന്താണ് അറിയാതെ ചെറിയ കുഞ്ഞ് കിടക്കുമ്പോൾ കടിച്ചില്ലേ, അപ്പം ഈ പാമ്പിനെയും മൃത്യുവിനെയും കാലണിയും യമനെയും കൂടി ശിക്ഷിക്കണം പറഞ്ഞപ്പോഴാണ് യമൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. എൻ്റെ പേരിൽ കുറ്റമില്ലേ. എന്താ കാരണം? ഈ കുഞ്ഞിൻ്റെ കർമാവാണ്. ഈ കുഞ്ഞിൻ്റെ കർമാവും അമ്മയുടെ കർമ്മവുമാണ്. ചെറുപ്പത്തിൽ തന്നെ മരിക്കണം എന്നാണ് ഈ കുഞ്ഞിൻ്റെ കർമ്മ. ചെറുപ്പത്തിൽ തന്നെ കുഞ്ഞില്ലാതെ വിഷമിക്കണം ഈ അമ്മയുടെ പ്രാരബ്ധ കർമ്മമാണ്. കർമ്മം കൊണ്ടാണ്, ഈ 2 ആളുകളുടെ കർമ്മം കൊണ്ടാണ് ഇതൊക്കെ നടക്കുന്നു. ഞങ്ങളുടെ പേരിൽ തെറ്റില്ലേ പറഞ്ഞ പോലാണ് ആ അമ്മ ശരി പറഞ്ഞു, സ്വീകരിച്ചു. അപ്പോൾ നമുക്ക് ദുഃഖം വരുമ്പോൾ ആ കർമ്മമല്ലേ കാരണം. പാപകർമ്മം കൊണ്ട് ദുഃഖം വരുമ്പോൾ എന്ത് ചെയ്യണം? പുണ്യകർമ്മങ്ങൾ കൂടുതലാക്കണം. നമ്മൾ പാപം കൊണ്ട് ദുഃഖിക്കുമ്പോൾ വീണ്ടും ഭഗവാനെ ചീത്ത വിളിച്ച് ഇങ്ങനെ നാമജപമൊക്കെ ചെയ്യാതെ എന്നെ സങ്കടപ്പെടുത്തി അയാളാണ് എല്ലാവരും കുറ്റം പറഞ്ഞ് നടക്കുമ്പോൾ കൂടുതൽ ദുഃഖമാണ്. ദുഃഖം കൂടുതലാകുമ്പോൾ എന്ത് ചെയ്യണം? നാമജപം കൂടുതലാക്കണം. അപ്പോൾ അതിൻ്റെ വീര്യത കുറയും. പാപമാവുന്ന ഒരു വര ഉണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത് പുണ്യമയ വലിയ വര വരച്ചാൽ മതി, പാപകർമ്മ ചെറുതാവും, ദുഃഖം കുറയും, സുഖം കൂടുതലാവും. അത് വരയെ അഴിക്കാൻ പറ്റില്ലേ, അതുകൊണ്ട് പുണ്യം കൂടുതലാക്കിയാൽ ചെറുതാവും. അതുകൊണ്ട് സുരുചി അമ്മ പറഞ്ഞത് സത്യം തന്നെയാണ്. നീ നമ്മുടെ മുത്തശ്ശൻ തഥാ മനുർവോ ഭഗവാൻ പിതാമഹോ യമേകമത്യാ പുരുദക്ഷിണൈർമഖൈഃ ഇഷ്ട്വാഭിപേദേ ദുരവാപമന്യതഃ ഭൗമം സുഖം ദിവ്യം അഥ ആപവർഗ്യം. എൻ്റെ മുത്തശ്ശൻ ആ ഭഗവാനെ ആശ്രയിച്ചിട്ടാണ് ഈ മനുവിൻ്റെ സ്ഥാനത്തിൽ എത്തി. തഥാ മനു. മുത്തശ്ശൻ്റെ പേര് പറയാനുള്ള കാരണം അച്ഛൻ ഇതുവരെ പൂജ ചെയ്തിട്ടേയില്ലേ. ഉത്താനപാദൻ ഭഗവാനെ പൂജിച്ചിട്ടില്ലേ, എപ്പോഴും സുരുചിയാണ് പൂജ ചെയ്യുന്നു. അപ്പോൾ ഉദാഹരണമായിട്ട് അച്ഛനെ പറയാൻ പറ്റില്ലേ, മുത്തശ്ശനെ പറയേണ്ടി വന്നു. തഥാ മനുർവോ ഭഗവാൻ പിതാമഹ. അതുകൊണ്ട് നമ്മുടെ കുടുംബധർമ്മം ഭഗവാനെ പൂജിക്കലാണ്. ഭഗവാനെ പൂജിക്കൂ, ഭഗവാനെക്കുറിച്ച് തപസ് ചെയ്യൂ പറഞ്ഞപ്പോൾ കുട്ടി ധൈര്യമായി പുറപ്പെട്ടു. അങ്ങനെ കുട്ടി പോകുന്ന വഴിയിലാണ് നാരദൻ മുമ്പിൽ വരുന്നത്. ഒരു നല്ല കാര്യത്തിന് നമ്മൾ പുറപ്പെട്ട് കഴിഞ്ഞാൽ വേണ്ട ഗുരുനാഥനെ ഭഗവാൻ തന്നെ പറഞ്ഞു വിടും. അങ്ങനെ ധ്രുവൻ പോകുന്ന വഴിയിൽ നാരദൻ നാമം ജപിച്ചു വരുന്നു. നാരായണ നാരായണ ജയ ജയ ഗോവിന്ദ, നാരായണ നാരായണ ജയ ജയ ഗോവിന്ദ. ഇടയ്ക്കിടയ്ക്ക് ഈ നാമങ്ങൾ പാടുന്നത് എന്തിനാ ചോദിച്ചാൽ നിങ്ങൾക്ക് വേണ്ടിയാണ്. നിങ്ങളും കൂടി ജപിക്കണം. നാരായണ നാരായണ ജയ ജയ ഗോവിന്ദ, നാരായണ നാരായണ ജയ ജയ ഗോവിന്ദ, നാരായണ നാരായണ ജയ ജയ ഗോപാല, നാരായണ നാരായണ ജയ ജയ ഗോപാല, നാരായണ നാരായണ ജയ ജയ ഗോവിന്ദ, നാരായണ നാരായണ ജയ ജയ ഗോവിന്ദ, നാരായണ നാരായണ ജയ ജയ ഗോപാല, നാരായണ നാരായണ ജയ ജയ ഗോപാല, ഗോവിന്ദ ഹരേ 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 ജയ ജയ ഗോപാല, ജയ ജയ ഗോപാല. നാരദൻ നാമം ജപിച്ചവിടെ വന്നു. ആദ്യം ധ്രുവനക്ക് ഒരു കടാക്ഷം, ഗുരു കടാക്ഷം പരിപൂർണം. ഗുരുനാഥൻ്റെ മുമ്പിലോ ദൈവത്തിൻ്റെ മുമ്പിലോ നേരിട്ട് ഇരിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ദൈവസന്നിധിയിലും ആചാര്യന്മാരുടെ സന്നിധിയിലും ഇടയ്ക്ക് ഒരു സ്ഥലം വിടാൻ എന്താ കാരണം? അവർ നേരിട്ട് നോക്കുന്നതിനേക്കാൾ സൈഡ് വഴി കൂടി നോക്കുമ്പോഴാണ് കൂടുതൽ അനുഗ്രഹം. അതുപോലെ രാജാവിൻ്റെ മുമ്പിലും നേരിട്ട് ഇരിക്കാൻ പാടില്ല, സൈഡിലേക്കാവും. കാരണം ചിലപ്പോൾ നേരിട്ട് നോക്കുമ്പോൾ അത് ശിക്ഷയാവും, കടാക്ഷമാകി അനുഗ്രഹമാവും. അങ്ങനെ നാരദൻ ഒരു കടാക്ഷം ചെയ്തു ധ്രുവനക്ക്. പിന്നെ ധ്രുവൻ്റെ ശിരസിൽ കൈവച്ച് അനുഗ്രഹിച്ചു.
4 വിധമായ ദീക്ഷ ഇവിടെ കൊടുക്കുന്നു. നയനദീക്ഷ, സ്പർശദീക്ഷ, മന്ത്രദീക്ഷ, സ്മരണദീക്ഷ എന്ന് 4 വിധം ദീക്ഷ കൊടുക്കാറുണ്ട് ഗുരുക്കന്മാർ. എങ്ങനെയാ ചോദിച്ചാൽ സ്വാപത്യാനി യഥാമത്സ്യ വീക്ഷണേനീവ പോഷയേത് ദിഗ്ദീക്ഷായ ഉപദേശ താദൃശ കഥിതപ്രിയേ. ഒരു മീൻ കുഞ്ഞ് വിശന്ന് വരുമ്പോൾ അമ്മ മീൻ ഇങ്ങനെ നോക്കും. അമ്മ മീനുടെ നോട്ടം കൊണ്ട് തന്നെ കുഞ്ഞുമീനിൻ്റെ വിശപ്പ് മാറും. അതുപോലെയാണ് മധുരയിലേക്ക് മീനാക്ഷി അമ്മ കൊണ്ട് നോക്കിയാൽ മതി നമ്മുടെ വിശപ്പ്, നമ്മുടെ ദുഃഖങ്ങളൊക്കെ മാറും. അതുകൊണ്ടാണ് അമ്മയ്ക്ക് മീനാക്ഷി പേരാക്കാൻ. മീൻ പോലെ നീണ്ട കണ്ണുകൾ അങ്ങനെ വിചാരിക്കുന്നത്. മീൻ പോലെ നോട്ടം കൊണ്ട് തന്നെ അനുഗ്രഹിക്കാൻ പറ്റും. അതുകൊണ്ടാണ് അത് നയനദീക്ഷ. പിന്നെ സ്പർശദീക്ഷ പറഞ്ഞാൽ യഥാപക്ഷീ സ്വപക്ഷാഭ്യാം ശിശൂൻ സംവർദ്ധയൻ ശനൈഹി സ്പർശദീക്ഷോപദേശസ്തു താദൃശ കഥിതപ്രിയേ. ദീക്ഷാവിധികളെക്കുറിച്ച് മഹാദേവൻ തന്നെ പാർവതിയോട് പറയുന്നു പുളാർണവതന്ത്രം എന്ന ഗ്രന്ഥത്തിൽ. എങ്ങനെയാണ് പക്ഷി അടകാത്ത് മുട്ടയെ സ്പർശനം കൊണ്ട് വളർത്തിയെടുക്കുന്നുവോ അതുപോലെയാണ് സ്പർശദീക്ഷ. ഇതിനൊക്കെ ഉദാഹരണം പറഞ്ഞാൽ മഹാത്മാക്കളുടെ കഥകളൊക്കെ ഉണ്ട്. ശൃംഗേരി സ്വാമികൾ ഏകാശിയോ ഒരു ദിവസം അദ്ദേഹം മൗനത്തിലിരിക്കുന്ന സമയത്താണ് ഒരു പണ്ഡിത വിദ്വാൻ, ഒരു മഹാപണ്ഡിതൻ അവിടെ വന്ന് അദ്ദേഹത്തിനോട് എന്നോട് ഇപ്പോൾ വാദത്തിന് വേണ്ടി ശാസ്ത്രാർത്ഥ വാക്യാർത്ഥം പറഞ്ഞാൽ ശാസ്ത്ര ചർച്ച എന്നോട് ചർച്ച ചെയ്യണം പറഞ്ഞു. അപ്പോൾ അന്ന് അദ്ദേഹം മൗനവ്രതമാണ്. അപ്പോൾ ചെയ്തു, അവിടെ പാഠശാലയിൽ പഠിക്കുന്ന ചെറിയ കുട്ടിയാണ് നോക്കി, നീ ചർച്ച ചെയ്യുന്ന ചെറിയ കാര്യങ്ങളിൽ ഞാൻ പറയേണ്ട ഒന്നും ആവശ്യമില്ല, ഈ കുട്ടി പറഞ്ഞോളൂ. ഒരു നോട്ടം നോക്കി ചോദിച്ചോളൂ പറഞ്ഞപ്പോൾ എന്താ ആ കടാക്ഷം കൊണ്ട് ആ കുട്ടിക്ക് യാണം കിട്ടി. ഈ വലിയ സംശയമൊക്കെ ചോദിക്കുമ്പോൾ കൃത്യമായിട്ട് മറുപടി കുട്ടി പറഞ്ഞു. എല്ലാവരും അന്തം വിട്ടു. എന്താ കാരണം? അതാണ് ദൃഗ്ദീക്ഷ, കടാക്ഷദീക്ഷ എന്നാണ് പേര്. അതേപോലെ ദൈവമില്ല അവതാരമില്ല എന്ന് പറഞ്ഞ് നടന്ന ഒരു കുട്ടി, നരേന്ദ്രൻ എന്നാണ് ആ കുട്ടിയുടെ പേര്. ആ നരേന്ദ്രൻ രാമകൃഷ്ണ പരമഹംസൻ്റെ അടുത്ത് പോയി ചോദിച്ചു, നിങ്ങൾ ഭഗവാനെ കണ്ടിട്ടുണ്ടോ? രാമകൃഷ്ണ പരമഹംസൻ പറഞ്ഞു, നിന്നെ കാണുന്നതിൽ കുറച്ചുകൂടി അടുത്ത് കണ്ടിട്ടുണ്ട്. നിങ്ങൾ മാത്രം കണ്ടാൽ പോരാ, എനിക്കൊണ്ട് കാണിച്ച് തരാവല്ലോ പറഞ്ഞ് കൊണ്ട് സ്പർശിച്ചു. രാമകൃഷ്ണ പരമഹംസദേവൻ്റെ ഒരു സ്പർശം കിട്ടിയപ്പോൾ തന്നെ ഒരു ഷാക്ക് പോലെ വിവേകാനന്ദ ഒരു ആനന്ദ ഷാക്കാണ്. അപ്പോൾ അദ്ദേഹം വിചാരിച്ചു, നരേന്ദ്രൻ വിചാരിച്ചു ഇയാൾ എന്തോ നിസ്പർശം ചെയ്യുന്നുണ്ട്, അതിൻ്റെ പടർന്നത് പ്രതി ഇന്ന് പിടിച്ച് മണോധൈര്യത്തോട് പിടിച്ച് നിന്നു. എന്നാലും ഗുരുനാഥൻ്റെ അനുഗ്രഹം കൊണ്ട് എന്തായി, ഒരു ആനന്ദ അനുഭവത്തിൽ മുങ്ങി. ഈ ലോകം ഒന്നും അറിയാത്ത, ഇഹലോകബോധം ഒന്നും അറിയാത്ത ഒരു ആനന്ദത്തിലായിരുന്നു. പിന്നെ ആ നരേന്ദ്രൻ്റെ പേരുള്ള കുട്ടിയാണ് വിവേകാനന്ദ സ്വാമികളായി മാറി. ദൈവമില്ല അവതാരമില്ല പറഞ്ഞ് നടന്ന ആ കുട്ടി പിന്നെ വിദേശത്തിൽ പോയി പറഞ്ഞു, അവതാരങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ അവതാരം എൻ്റെ ഗുരുനാഥൻ തന്നെയാണ്. അവതാര വരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ സ്ഥാപകായ ച ധർമ്മസ്യ. അങ്ങനെ തുടങ്ങി ശ്ലോകം കൊണ്ട് ചെയ്തു. അന്ന് വന്ന ആ നരേന്ദ്രനാണ് ഇപ്പോൾ വീണ്ടും ജനിച്ചിരിക്കുന്നു പറയുന്നത്. നരേന്ദ്ര മോഡിയായിട്ട് ജനിച്ചിട്ടുണ്ട്. അന്ന് ഭാരതത്തിൻ്റെ പെരുമ വിദേശത്തിൽ എടുത്തു പറഞ്ഞതുപോലെയാണ് ഇന്നും അദ്ദേഹം നമ്മുടെ ഭാരതദേശത്തെ പെരുമ വിദേശത്തിൽ പോലും എടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷേ അത് നമ്മുടെ ആൾക്കാർക്ക് മനസ്സിലാവില്ല. അതാണ് ഇവിടുത്തെ പ്രബുദ്ധ കേരളത്തിൻ്റെ ബുദ്ധിമുട്ട്. പ്രബുദ്ധൻ പറഞ്ഞാൽ പ്രബുദ്ധനാവണ്ടേ, നരേന്ദ്രനെ പോലെ ആവേണ്ടേ. നരേന്ദ്രനല്ലേ പ്രബുദ്ധൻ, ഗുരു കാരുണ്യം കിട്ടിയ ആളാണ്. അപ്പോൾ പ്രബുദ്ധ കേരളീയരാണ് നമ്മളും അങ്ങനെയുള്ള മഹാത്മാക്കളെ ചിന്തിക്കുന്നു. അങ്ങനെ ഇപ്പോൾ പറഞ്ഞു വന്ന കാര്യം, രാമകൃഷ്ണദേവൻ്റെ സ്പർശം കിട്ടിയപ്പോൾ തന്നെ ആ നരേന്ദ്രൻ വിവേകാനന്ദ സ്വാമികളായി മാറി. അതാണ് മഹാത്മാക്കളുടെ സ്പർശദീക്ഷ. അതുകൊണ്ട് ആരെങ്കിലും മഹാത്മാക്കളെ കണ്ടാൽ ഇവിടെ വെറുതെ കൊണ്ട് സ്പർശിക്കൂ, അവിടുന്ന് വിളിച്ച് ചോദിക്കാൻ പാടില്ല, എൻ്റെ തലയിൽ കൊണ്ട് കൈവച്ച് അനുഗ്രഹിക്കും. അവരായിട്ട് ചെയ്യുമ്പോഴാണ് അത് കൂടുതൽ അനുഗ്രഹം.
മഹാത്മാക്കളുടെ ചിലപ്പോൾ നേരിട്ട് സ്പർശിക്കാൻ പറ്റില്ല. ഇപ്പോൾ കാഞ്ചി മഠം, അതേപോലെ ശൃംഗേരി മഠം, അങ്ങനെയുള്ള വലിയ സ്വാമികളെ കാണാൻ പോകുമ്പോൾ അവരെ നേരിട്ട് തൊടാൻ പറ്റില്ല. അതുകൊണ്ടാണ് അവരുടെ മുന്നിൽ ഒരു പാതുക വയ്ക്കും. ആ പാതുക കൊണ്ട് സ്പർശിച്ചാൽ മതി. അതുകൊണ്ടാണ് പാതുകയെ സ്പർശിച്ചാൽ ഗുരുനാഥനേക്കാൾ കൂടുതൽ അനുഗ്രഹം ഗുരുവിൻ്റെ പാതുകയിലാണ്. കാരണം നാമം ജപിച്ച് നടക്കുന്ന അവരുടെ പാതുകയ്ക്ക് കൂടുതൽ ശക്തിയുണ്ട്. അതുകൊണ്ട് പാതുക മഹിമ എടുത്ത് പറയുന്നുണ്ട്. പാതുക അഷ്ടകം, പാതുക പഞ്ചകം എന്നൊക്കെ മഹാത്മാക്കൾ ചെയ്തിട്ടുണ്ട്. ആ പാതുകയുടെ അനുഗ്രഹം കിട്ടിയ ഒരു മഹാത്മാവാണ് കബീർദാസിന് പേരുള്ള മഹാത്മാ. അദ്ദേഹം പാടുന്നു, ഗുരുകൃപാഞ്ജന പായോ മേരെ ഭായി രാമ കൃപാമേനു. അദ്ദേഹം പറയുന്നു, ഗുരുകൃപ അഞ്ജന പായോ മേരി ഭായി രാമ ബിനാ കച്ചു ദേഖത നാഹി, രാമ ബിനാ കച്ചു ദേഖത നാഹി, അന്തര രാമ ബാഹിർ രാമ, ജഹാൻ ദേഖേ വഹാ പൂർണ്ണ ഹി കാമ. गुरुकृपा अंजन पायो मेरे भाई राम बिना कछु देखत नाहि, जागत राम सोवत राम, सपन में देखत राजा राम, करत कबीरा अनुभवनी का, जहाँ देवे देखे वहाँ राम सरी का. गुरु कृपा अंजन पायो मेरे भाई राम बिना कछु देखत नाहि. ഈ കബീർദാസൻ പേരുള്ള മഹാത്മാ കാശിയിൽ ഒരു മുസ്ലിം ദമ്പതിമാർ വളർത്തിയ ആളാണ്. അതുകൊണ്ട് മുസ്ലിം വേഷം ധരിച്ച് അദ്ദേഹം താടി കുള്ളാവൊക്കെ ധരിച്ച് അവിടെ കാശിയിൽ ഒരു മഹാത്മാ ഉണ്ടായിരുന്നു, രാമാനന്ദൻ്റെ പേരുള്ള മഹാത്മാ. അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് രാമനാമ ഉപദേശം സ്വീകരിക്കാൻ വേണ്ടി വന്നു. അപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു, നിന്നെപ്പോലെ ആൾക്കാർക്ക് എൻ്റെ ഗുരുനാഥൻ ഉപദേശിക്കില്ലേ എന്ന് പറഞ്ഞ് അവരെ പറഞ്ഞു വിട്ടു. ഈ കബീർദാസനക്ക് സങ്കടമായി. എനിക്ക് ഒരു ഗുരുനാഥൻ്റെ കയ്യിൽ നിന്നും മന്ത്ര നാമജപം ഉപദേശം ഒന്നും കിട്ടിയിട്ടില്ലല്ലോ എന്ന് വിഷമിച്ച് അദ്ദേഹം കാശി, അത് ഗംഗ പടിയിൽ കടന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് രാത്രി സമയത്തിൽ ഒരു സ്വപ്നം. രാത്രി സമയത്ത് രാത്രി കഴിയേണ്ട സമയത്താണ്, വെളുപ്പാൻ കാലത്ത് സ്വപ്നം രാമാനന്ദ സ്വാമികൾക്ക്. അവിടെ രാമനും ലക്ഷ്മണനും സംസാരിക്കുന്നത് പോലെ ഈ മഠത്തിൽ ഭാഗവതാപചാരം ചെയ്തു കഴിഞ്ഞു. ഭാഗവതന്മാർക്ക് വേണ്ട വിധത്തിൽ ഉപചാരം ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഈ മഠം വിട്ടു പോവാം. രാമനും ലക്ഷ്മണനും സംസാരിക്കുന്നത് പോലെ സ്വപ്നം കണ്ടപ്പോൾ പെട്ടെന്ന് ഉണർന്നു. ശിഷ്യന്മാർ വിളിച്ച് ചോദിച്ചു, ഇന്നലെ ആരെങ്കിലും ഭക്തന്മാർ ഭാഗവതന്മാർ വന്നിട്ടുണ്ടോ? ഇല്ലല്ലോ, ഒരു മുസ്ലിം കുട്ടി മാത്രം ഇവിടെ വന്നു, ഉപദേശം വേണം പറഞ്ഞു നിങ്ങളുടെ അടുത്ത്, ഞങ്ങൾ തരില്ല പറഞ്ഞു വിട്ടതാണ്. ആ കുട്ടിയാണ് ഭാഗവതൻ, നാളെ ഇവിടെ കൊണ്ടുവരൂ എന്ന് പറഞ്ഞ് വീണ്ടും വന്നാൽ കൊണ്ടുവരൂ പറഞ്ഞ് അദ്ദേഹം ഗംഗയിൽ കുളിക്കാൻ പോയപ്പോഴാണ് ചരണ പാതുകയും എടുത്തിങ്ങനെ പോകുമ്പോൾ ഈ പടിയിലല്ലേ കിടക്കുന്നു കബീർദാസൻ്റെ ശിരസിൽ പാതുകയോട് കാല് വച്ചു. ഒരാൾ ചവിട്ടിത്തെ പോലെ തോന്നിയപ്പോൾ അദ്ദേഹം രാമ 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 എന്ന് പറഞ്ഞു. അപ്പോൾ കബീർദാസൻ്റെ സന്തോഷമായി. ഗുരുനാഥനെ നേരിട്ട് കണ്ടു. പിന്നെ ഗുരുനാഥൻ്റെ ചരണദീക്ഷ എല്ലാവർക്കും കിട്ടാറില്ല. അത് വെറുതെ ചരണമില്ല, പാതുകയോടുള്ള ചരണദീക്ഷയും കിട്ടി, ഉപദേശവും കിട്ടിയപ്പോൾ അദ്ദേഹം തുള്ളിച്ചാടി രാമരാമ ജപിച്ചു. അപ്പോഴാണ് അദ്ദേഹം കീർത്തനം ചെയ്തു. ഈ ഗുരുകൃപ കിട്ടിയ ശേഷം ഞാൻ എവിടെ നോക്കിയാലും അന്തര ബാഹര, ഉള്ളിൽ നോക്കിയാലും പുറത്ത് നോക്കിയാലും സ്വപ്നത്തിലും പറക്കത്തിലും എല്ലാ സമയത്തും ഞാൻ ഭഗവാനെ കാണുന്നു. ഇത് വെറുതെ കവിത എഴുതാൻ വേണ്ടി ചെയ്തിട്ടില്ല. കഹത്ത കബീര അനുഭവ നീക്ക, എൻ്റെ അനുഭവമാണ് ഞാനിവിടെ പാടുന്നത്. അങ്ങനെ ഗുരുകൃപ സ്പർശദീക്ഷ കിട്ടി ഈ മഹാത്മാവിന്.
അതേപോലെ മന്ത്രദീക്ഷ എല്ലാ ഗുരുക്കന്മാരും കൊടുക്കാറുണ്ട്. ഇവിടെ ദ്വാദശാക്ഷരി മന്ത്രം ഉപദേശം കൊടുത്തു. പിന്നെ സ്മരണദീക്ഷ കൂടി ചെയ്തു. സ്മരണദീക്ഷ പറഞ്ഞാൽ നമ്മൾ ഗുരുനാഥനെ സ്മരിക്കാറുണ്ട്. ഗുരുനാഥന്മാർ നമ്മളെ സ്മരിക്കണം, നമ്മുടെ ശിഷ്യന്മാർ. സാധാരണ സമയത്ത് സ്മരിക്കുന്നതിനേക്കാൾ പൂജ ചെയ്യുന്ന സമയത്തിൽ സ്മരിച്ചാൽ കൂടുതൽ ഭാഗ്യം. അതും ചെയ്യാൻ പോകുന്നു. ധ്രുവൻ്റെ തപസ് നിർവിഘ്നമായി ഇരിക്കാൻ വേണ്ടി ഉത്താനപാദനെ കണ്ട് ഉപദേശിക്കാൻ പോകുന്നു. ഇവിടെ ധ്രുവനുക്ക് ഭഗവാന്റെ ദിവ്യരൂപം വർണ്ണിച്ചു കൊടുത്തു. ബൃന്ദാവനത്തിൽ പോയി തപസ് ചെയ്യൂ എന്ന് പറഞ്ഞു വിട്ടു. ബൃന്ദാവനത്തിൽ ധ്രുവൻ തപസ് ചെയ്ത സ്ഥലം ഇപ്പോഴും ഉണ്ട്. ധ്രുവഘാട്ട് എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്. അവിടെ ധ്രുവൻ്റെ മധുവനം എന്ന് പണ്ട് ഈ ബൃന്ദാവനത്തിൻ്റെ പേര് മധുവനം. മധു എന്ന പേരുള്ള അസുരനെ വധിച്ചത് കൊണ്ടാണ് മധുവനം. അവിടെ തപസ്സിരുത്തി കൊണ്ടിരിക്കുന്നു ധ്രുവൻ. ഇപ്പോഴാണ് നാരദൻ ഉത്താനപാദൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, മകനെ അന്വേഷിച്ച് പുറത്ത് പോകേണ്ട ആവശ്യമില്ലേ, സ്വയം തിരിച്ച് വന്നോളും, പേടിക്കേണ്ട പറഞ്ഞ് ഉത്താനപാദനെയും സമാധാനം ചെയ്ത് നാരദൻ പോയി. ധ്രുവൻ്റെ തപസ് ഓരോരോ നാളും ഇങ്ങനെ വർദ്ധിച്ചു വരുന്നു. ത്രിരാത്രാന്തേ കപിച്ഛബദരാസന ആത്മവൃത്യനുസാരേണ മാസം നിന്യേച്ഛയൻ ഹരിം. ഇതിൻ്റെ ഓരോരോ പദത്തിൻ്റെ ഇവ സ്മരിക്കേണ്ടതാണ്. ആദ്യത്തെ മാസം 3 ദിവസം കഴിയുമ്പോൾ പഴം മാത്രം കഴിച്ചുകൊണ്ട് ഭഗവാന് അർച്ചന ചെയ്തു. രണ്ടാമത്തെ മാസം 6 ദിവസം കഴിയുമ്പോൾ മാത്രമേ ബോധം വരുന്നു. അപ്പോൾ തൃണപർണാദിഭി കാഞ്ഞ ഇല പുല്ലുകൾ മാത്രം കഴിച്ചുകൊണ്ട് തപസ് ചെയ്തു. ഇപ്പോൾ അഭ്യർച്ചയത്ത് വിഭവം. ആദ്യം അർച്ചന ചെയ്തു, ഇപ്പോൾ അഭ്യർച്ചനം. എപ്പോഴും നല്ല കൂടുതൽ നന്നായിട്ട് അർച്ചന ചെയ്തു. 3-ാമത്തെ മാസം 9 ദിവസം കഴിയുമ്പോൾ വെള്ളം മാത്രം കുടിച്ചു. ഉപാധാവത് സമാധിന. ഉപാധാവത് ഇന്ന് കുറച്ച് അടുത്ത് എത്തി. 4-ാമത്തെ മാസം 12 ദിവസം കഴിയുമ്പോൾ ധ്യായൻ ദേവം അധാരയത്തും. ഭഗവാന്റെ അടുത്ത് ചെന്ന് അയാൾ ഭഗവാനെ പിടിച്ചു, ധരിച്ചു എന്നാണ് അവിടെ പറയുന്നത്. 5-മേ മാസി ഇത് ഓരോരോ അർച്ചയൻ ആദ്യം ഹരി വിഭു എന്നൊക്കെ ഉത്തമ ശ്ലോകൻ, അത് ദേവൻ എന്ന ഓരോരു പദം കൂടി പ്രയോഗിക്കണം. അതിൻ്റെ സ്വാരസ്യം കൂടി മഹാത്മാക്കൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ 5-മേ മാസം ശനുപ്രാപ്തി, 5-ാമത്തെ മാസം ആയപ്പോൾ ഒരു കട്ട എങ്ങനെയാണോ അതുപോലെ നിൽക്കുന്നു. ഒരു കട്ടയിൽ നിർത്തി വെച്ചാൽ എങ്ങനെയാണോ, അല്ലാതെ സ്ഥാനുരിവാചല. സ്ഥാനോ പറഞ്ഞാൽ മഹാദേവൻ എങ്ങനെ തപസ് ചെയ്യുന്നുവോ അതുപോലെ തപസ് ചെയ്യുന്നു. ഈ ധ്രുവൻ്റെ തപസ് കൊണ്ട് ബുദ്ധിമുട്ടി ദേവന്മാർ. കാരണം ധ്രുവൻ്റെ തപസ് കൊണ്ട് തന്നെ ലോകം തന്നെ ഇങ്ങനെ തരീവ സംവേതരത പദേ പദേ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നനാമ തത്രാർത്ഥ വിഭേന്ദ്രധിഷ്ഠിത. ഒരു കാലം കൊണ്ട് ധ്രുവൻ ഒരു കാലം അടക്കി വെച്ച് ശിരസിൻ്റെ മുകളിൽ കൈ കുവിച്ചിങ്ങനെ നിൽക്കുമ്പോൾ ആന കയറിയ വഞ്ചി എങ്ങനെ ആടുവോ അതുപോലെ ഭൂമി തന്നെ വെള്ളത്തിനടുത്ത് ഇങ്ങനെ ആടാൻ തുടങ്ങി. അപ്പോൾ ദേവന്മാർക്ക് സങ്കടമായി. അവർ വേഗം ഓടി ഭഗവാനോട് പറഞ്ഞു, ധ്രുവനുക്ക് അനുഗ്രഹം ചെയ്യണം, ധ്രുവനുക്ക് ദർശനം കൊടുക്കണം. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ധ്രുവൻ ചെറിയ കുട്ടിയില്ലേ, തപസ് കൊണ്ട് നിർത്തി വീട്ടിലേക്ക് പറഞ്ഞു വിട്ടൂടെ. ആ ധ്രുവൻ കണ്ണ് തുറക്കുന്നേല്ലേ. ഞങ്ങളും ചില പ്രയോഗമൊക്കെ ചെയ്തിട്ടുണ്ട്. അവർ ചില പ്രയോഗം ദേവന്മാർ ആരെങ്കിലും തപസ് ചെയ്താൽ ഊർവശി രംഭ എന്ന ആൾക്കാർ പറഞ്ഞു വിടും. ചെറിയ കുട്ടിയായതുകൊണ്ട് ഊർവശി രംഭ അയച്ചത് ഒരു കാര്യമില്ലേ. അപ്പോൾ ധ്രുവനൻ്റെ അമ്മയെപ്പോലെ ഒരു വേഷം കെട്ടി മായാ സുനീതിയെ പറഞ്ഞു വിട്ടു. ധ്രുവ മതി തപസ്, നമുക്ക് വീട്ടിലേക്ക് പോവാം. ആ മായാസുനീതി വന്നപ്പോഴും കണ്ണ് തുറന്നിട്ടില്ലേ. പിന്നെ മൃഗങ്ങളെ കൊണ്ട് പേടിപ്പിച്ചിട്ടും ധ്രുവനുക്ക് ഒരു ആപത്തില്ലേ, ഇപ്പോൾ ഒരു ഭയമില്ലേ. അപ്പോഴാണ് ദേവന്മാർ ഭഗവാന്റെ അടുത്ത് പറഞ്ഞു, ധ്രുവനുക്ക് ദർശനം കൊടുക്കണം. അവളാണ് ഭഗവാൻ പറഞ്ഞു, ധ്രുവനുക്ക് ദർശനം കൊടുക്കാൻ പോകുന്നില്ലേ, ധ്രുവന് ദർശനം ചെയ്യാൻ ഞാൻ പോകുന്നു. ധ്രുവനെ കണ്ടാൽ എനിക്ക് തന്നെ ഭാഗ്യം പറഞ്ഞ് ഭഗവാൻ 1000 തലയോട് പുറപ്പെട്ടു എന്നാണ് പറയുന്നത്. സഹസ്രശീർഷാപി തതോ ഗരുത്മത മധുർവനം ഭൃത്യതിദൃക്ഷയാഗത. ധ്രുവനെ കാണാൻ കൊതിയോട് ഭഗവാൻ 1000 തലയോട് പുറപ്പെട്ടപ്പോഴാണ് തോന്നി. 1000 തലയുടെ മുന്നിൽ 1000 തലയുടെ ഒരു കുട്ടിയുടെ മുന്നിൽ നിന്നാൽ കുട്ടി പേടിക്കും. കുട്ടിയില്ലേ, വലിയ ആൾക്കാരെ പേടിക്കും. ഈ അർജുനൻ്റെ മുന്നിൽ 1000 തല കാണിച്ചു ഭഗവാൻ, വിശ്വരൂപം കാണിച്ചപ്പോൾ അർജുനൻ തന്നെ പേടിക്കുന്നു. പിന്നെ കുട്ടി പേടിക്കുമോ വിചാരിച്ച് ഭഗവാൻ ധ്രുവൻ എങ്ങനെ ധ്യാനം ചെയ്യുന്നുവോ അതേ രൂപം സ്വീകരിച്ച് ധ്രുവൻ്റെ മുന്നിൽ വന്ന് ധ്രുവാന്ന് വിളിച്ചിട്ടും ധ്രുവൻ കണ്ണ് തുറക്കണില്ലേ.
ഉള്ളിൽ ഭഗവാനെ കണ്ടുകൊണ്ടിരിക്കുന്നു. ആ ഹൃദയത്തിൽ കാണുന്ന ആ ഭഗവാന്റെ രൂപം ഒന്ന് മാച്ചു ഭഗവാൻ. ആ രൂപം പെട്ടെന്ന് മറഞ്ഞപ്പോൾ കണ്ണ് തുറന്നു നോക്കി ഉള്ളിൽ കണ്ട അതേ ഭഗവാൻ പുറത്ത് നിൽക്കുന്നത് കണ്ടപ്പോൾ ചുംബൻ നിവാസ്യേന ഭുജൈരിവാസ്കൃഷണ്, ആ ധ്രുവനെ ഭഗവാനെ ചുംബിക്കണം, ഭഗവാനെ ആളിനം ചെയ്യണം. ധ്രുവൻ ഓടി വരുമ്പോൾ ഭഗവാനൊപ്പം ധ്രുവനെ സ്പർശിക്കാൻ തോന്നി. സാധാരണ ഭഗവാൻ വലത്തെ കൈയിൽ ചക്രമും ഇടത്തെ കൈയിൽ ശംഖം അങ്ങനെ വെച്ചിരിക്കുന്നു. ഇപ്പോൾ മാറ്റി കൊണ്ടുവന്നു. എന്താ കാരണം? ശംഖ് ജ്ഞാനം, ചക്രം മോക്ഷമാണ്. അപ്പോൾ ധ്രുവനക്ക് ജ്ഞാനം കൊടുക്കാൻ വേണ്ടി ആ ശംഖുമായി പുറപ്പെട്ടു. ആ ശംഖ് കണ്ട് ഭഗവാൻ ധ്രുവൻ്റെ കവലിൽ കൊണ്ട് തലോടി. പസ്പർശബാലം കൃപയാ കപോലേ കൃതാഞ്ജലിം ബ്രഹ്മമയേന കമ്പുനാ പസ്പർശബാലം കൃപയാ കപോലേ. ഇവിടെ ഗുരുനാഥൻ പറയും, വെറുതെ ശംഖ് കൊണ്ട് സ്പർശിച്ചിട്ടില്ലേ? ഭഗവാൻ പാലാടിയിൽ നിന്നും പുറപ്പെടുമ്പോൾ മഹാലക്ഷ്മി ചോദിച്ചു എവിടേക്കാണ്? ധ്രുവനെ കാണാൻ പോകുന്നു പറഞ്ഞപ്പോൾ മഹാലക്ഷ്മി ദേവി പറഞ്ഞു, ധ്രുവൻ 5-6 മാസമായിട്ട് മര്യാദയ്ക്ക് ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ലേ? കുട്ടികളെ കാണാൻ പോകുമ്പോൾ വെറുതെ പോകാൻ പാടില്ലേ? കുട്ടികളെ കാണാൻ പോകുമ്പോൾ ഒരു ബിസ്ക്കറ്റ്, ചാക്ലേറ്റ് എന്തെങ്കിലും കൊണ്ടുപോകണം. ചില കുട്ടികൾ ചോദിക്കും, അമ്മാവൻ എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ? ചാക്ലേറ്റ്, 5 സ്റ്റാർ ചാക്ലേറ്റ്, അല്ലെങ്കിൽ മിഠായി കൊണ്ടുവന്നിട്ടുണ്ടോ ചോദിക്കും. ചില കുട്ടികൾ ചോദിക്കാറില്ല, സഞ്ചരിച്ചാൽ തുറന്നു നോക്കും വെച്ചിട്ടുണ്ടോ. അപ്പോൾ കുട്ടിയെ കാണാൻ വെറുതെ പോകാൻ പാടില്ല. കുറച്ച് പാലാഴിയിൽ പോകുന്നതിന് കുറച്ച് പാല് കൊടുത്തുകൂടെ പറഞ്ഞ് മഹാലക്ഷ്മി ദേവി ജ്ഞാനപ്പാൽ കൊടുത്തു. ആ മഹാലക്ഷ്മി കൊടുത്ത ജ്ഞാനപ്പാൽ ധ്രുവൻ്റെ കവലിൽ വെച്ച്, പണ്ടൊക്കെ ശംഖ് പോലെ ഒരു പാത്രം, ശംഖിൽ പാൽ ഒഴിച്ചിട്ടാണ് കുട്ടികൾക്ക് പാൽ കൊടുത്തിരുന്നത്, ചെറിയ കുട്ടികൾക്ക്. എന്താ കാരണം? ശംഖിൽ പാൽ കൊടുക്കുമ്പോഴാണ് ജ്ഞാനം ഉണ്ടാകുന്നത്. പിന്നെ ശംഖ് പറ്റില്ല വിചാരിച്ച് പിന്നെ കഴുകാൻ ബുദ്ധിമുട്ടാണെന്ന് വിചാരിച്ച് പിന്നെ എന്ത് ചെയ്തു? ശംഖ് പോലെ ഒരു വെള്ളി പാത്രം വെച്ച് കൊടുത്തിരുന്നു. പിന്നെ ശംഖ് പോലെ പാത്രം മാറി, ഇപ്പോൾ കുപ്പിയിൽ കൊടുക്കാൻ തുടങ്ങി. കുപ്പിയിൽ കൊടുക്കാൻ തുടങ്ങിയപ്പോൾ ചെറുപ്പത്തെ ചെറിയ കുപ്പി കൊടുക്കാൻ തുടങ്ങിയപ്പോൾ വലുതായ ശേഷം വലിയ കുപ്പി മേടിക്കാൻ പോകുന്നു കുട്ടികൾ. ഇപ്പോൾ കുപ്പി പരിപാടി നിർത്തി വേറെ വിധത്തിൽ കുട്ടികൾക്ക് എങ്ങനെയെങ്കിലും പാൽ കൊടുത്ത് നമ്മൾ ശീലിക്കും. അതാണ് ഇവിടെ ശംഖ് കൊണ്ട് പാൽ കൊടുക്കാൻ കാരണം. ആ ഭഗവാന്റെ കൊടുത്ത ജ്ഞാനപ്പാൽ കുടിച്ചപ്പോൾ ഈ ഉണ്ണി ഇന്ന് അക്ഷരാഭ്യാസം കഴിഞ്ഞുവോ സംശയം. 5 പ്രായമായിട്ടുള്ളൂ. 3 വയസ്സിൽ സാധാരണ അക്ഷരാഭ്യാസം എഴുതിക്കാറുണ്ട്. കൊല്ലൂർ മൂകാംബികയിലെയോ ഇവിടെ. കാരണം കേരളക്കാർക്ക് നല്ല ബുദ്ധി ഉണ്ടാവാൻ കാരണം മിക്കവാറും കേരളീയ എല്ലാവരും കൊല്ലൂർ മൂകാംബികയിലാണ് എഴുതിക്കാറുണ്ട്. കാരണം അവിടെ അമ്മ നല്ല വാഗ്ദേവിയായിട്ട് പ്രകാശിക്കുന്നു. ഇവിടെ ധ്രുവനക്ക് എഴുത്ത് പഠിപ്പിച്ചു, പക്ഷേ ശാസ്ത്രങ്ങൾ സംസ്കൃതമൊക്കെ പഠിപ്പിച്ചുവോ സംശയം. സംസ്കൃതം പഠിച്ച ഒരാൾക്ക് പോലും ഈ ധ്രുവൻ്റെ സ്തുതി നേരിട്ട് പഠിച്ച് അർത്ഥം പറയാൻ ബുദ്ധിമുട്ടാണ്. കുറച്ച് വ്യാഖ്യാനം നോക്കേണ്ടി വരും. ഇത് 5 വയസ്സ് പ്രായമുള്ള കുട്ടി ഇത് എങ്ങനെ ചൊല്ലുന്നു? 5 വയസ്സ് പ്രായമുള്ള കുട്ടികൾക്ക് ചൊല്ലാൻ പറ്റില്ല ശ്ലോകമില്ലേ? പെട്ടെന്ന് സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ പറ്റില്ല. നന്നായിട്ട് സംസ്കൃതം പഠിച്ച ആൾക്ക് തന്നെ സ്വന്തമായിട്ട് ഒരു ശ്ലോകം ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണ്. ഇവിടെ 12 ശ്ലോകം കൊണ്ട് തിരിക്കുന്നു. 12 ശ്ലോകം പറയാൻ എന്താ കാരണം? 12 ആദിത്യ സംഘാസൈഹി, 12 സൂര്യനെ പോലെയാണ് ഈ 12 ശ്ലോകം. ശ്രീധരസ്വാമികൾ പറയുന്നു, നാരദൻ ഉപദേശിച്ച് 12 അക്ഷരമുള്ള ശ്ലോകമാണ്, 12 അക്ഷരമുള്ള മന്ത്രം. ആ 12 അക്ഷരീ മന്ത്രത്തിൻ്റെ ഒരു വ്യാഖ്യാനം പോലെയാണ് ഈ 12 ശ്ലോകം. അല്ലെങ്കിൽ 12 സ്കന്ധമുള്ള ഭാഗവതത്തിൻ്റെ ഒരു ചുരുക്കം പോലെയാണ് ഈ 12 ശ്ലോകം. യോന്തഃപ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖില ശക്തിധരസ്വധാംനാ അന്യാംശ്ച ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. യോന്തഃപ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം. ധ്രുവൻ ഇവിടെ അഹങ്കാരമില്ലാതെ സംസാരിക്കുന്നു. യോ അന്തഃപ്രവിശ്യ, അച്ഛൻ്റെ മടിത്തട്ടിൽ കയറാൻ തോണിപ്പിച്ചത് ഭഗവാൻ തന്നെയാണ്. അച്ഛൻ്റെ മടിയിൽ കയറുന്ന സമയത്ത് ചെറിയ അമ്മയായി ചീത്ത വിളിച്ചത് ഭഗവാൻ തന്നെയാണ്. സ്വന്തം അമ്മയായിട്ട് കാട്ടിൽ പോയി തപസ്സയ്ക്ക് പറഞ്ഞത് ഭഗവാൻ തന്നെയാണ്. കാട്ടിലേക്ക് പോകുന്ന വഴിയിൽ നാരദനായി വന്നതും ഭഗവാൻ തന്നെയാണ്. ഇവിടെ തപസ് ചെയ്തതും ഭഗവാൻ തന്നെയാണ്.
ഇത് തപസ്സിൻ്റെ ഫലമായി മുമ്പിൽ നിൽക്കുന്നതും ഭഗവാൻ തന്നെയാണ്, തുതിക്കുന്നതും ഭഗവാൻ തന്നെയാണ്, തുതി കേട്ട് സന്തോഷിക്കുന്നതും എല്ലാം നിൻ്റെ കാര്യം, എൻ്റെ കാര്യം ഒന്നില്ല. അഹം യന്ത്രോ ഋഷികേശ ത്വം യന്ത്രീ കില കേശവ. ഞാൻ ഒരു യന്ത്രം പോലെയാണ്. കാർ സ്വയം ഓടുവോ? സ്വയം കാർ ഓടാറില്ല. കാറിൻ്റെ ഉള്ളിൽ ഒരാൾ കയറി വണ്ടി ഓട്ടിയാലേ കാർ ഓടുള്ളൂ. ഉള്ളിൽ ഓടിക്കുന്ന ഡ്രൈവർ ഇറങ്ങിപ്പോയാൽ എന്താവും? 4 ആൾക്കാർ പിടിച്ച് കാറ് ഷെഡിൽ കൊണ്ടാക്കും. അതുപോലെ 4 ആൾക്കാർ പിടിച്ച് കൊണ്ടുപോയി ശ്മശാനത്തിൽ കൊണ്ടാക്കും. അപ്പോൾ ഈ യന്ത്രമായ ഈ ശരീരം ഇങ്ങനെ ചലിക്കാനുള്ള കാരണം അന്തര്യാമിയായിട്ട് ഭഗവാൻ വർത്തിക്കുന്നത് കൊണ്ടാണ്. യോന്തപ്രവിശ്യേ, ഉള്ളിലിരിക്കുന്ന ഭഗവാൻ ഈ വാക്കുകൾ പ്രചോദനം ചെയ്യുന്നു. ചെറിയ കുട്ടികൾ ഒന്നും സംസാരിക്കുന്നില്ലല്ലോ. പിന്നെ വലുതായ ആദ്യം ചെറിയ ചെറിയ അക്ഷരങ്ങളുള്ള അമ്മ, അത്ത, താത്ത, അങ്ങനെയൊക്കെ ചെറിയ ചെറിയ വാക്കുകൾ പറഞ്ഞ് പിന്നെ 1 ഭാഷ 2 ഭാഷ 3 ഭാഷ ഒക്കെ പഠിക്കുന്നു. ഈ ഉള്ളിൽ നിന്ന് പറഞ്ഞു കൊടുക്കുന്നത് ആരാണ്? ഭഗവാനാണ്. സഞ്ജീവയതി, ഈ വരുന്ന വാക്കുകളൊക്കെ ജീവനുള്ള വാക്കായി ആവണം. സാധാരണ വാക്കുകളൊക്കെ അപ്പോൾ തന്നെ ഉണ്ടാകുന്നു, അപ്പോൾ തന്നെ മറയുന്നു. പണ്ട് ചന്ദ്രമണ്ഡല അവിടെ പോകുന്നവർക്ക് കുറച്ച് പോകുന്ന വഴിയിൽ ബുദ്ധിമുട്ടില്ലായിരിക്കും പാട്ട് കേൾക്കാൻ കുറച്ച് കൊണ്ടുപോയി. ആദ്യം സിനിമ പാട്ടൊക്കെ കാതിൽ വെച്ചപ്പോൾ എന്നിട്ട് കുറച്ച് ദൂരം ചെന്നപ്പോൾ മുകളിൽ ചെന്നപ്പോൾ അത് കേൾക്കാതായി. പിന്നെ കുറച്ച് ഭക്തി ഗാനങ്ങൾ ചെവിയിൽ വെച്ചപ്പോഴാണ് അത് കുറച്ച് മേലെ ചെന്നപ്പോൾ ഭക്തി ഗാനങ്ങൾ കേൾക്കാൻ സാധിച്ചു. കുറച്ച് മേപ്പോട്ട് പോയപ്പോൾ അതും കേൾക്കാൻ പറ്റാതായി. പിന്നെ വേദമന്ത്രങ്ങൾ ചെവിയിൽ വെച്ചപ്പോൾ അത് എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നു. കാരണം അത് അഴിയാത്ത വാക്കുകളാണ്. ഇപ്പോൾ ഭഗവാനെ കുറിച്ച് പറയുന്ന വാക്കുകളെ അഴിയാത്ത വാക്കുകൾ, അതാണ് ജീവനുള്ള. സഞ്ജീവയഖില ശക്തിധരസ്വധാന അന്യാംശ്ച ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ഒരാൾ 1,00,000 രൂപ കൊടുത്താൽ നമ്മൾ പറയും വലിയ ഉപകാരം ചെയ്ത ആളാണ്. 1,00,000 രൂപ കൊടുത്താൽ വലിയ ഉപകാരി തന്നെയാണ്. പക്ഷേ ആ 1,00,000 രൂപ കൈ നീട്ടി മേടിക്കണമെങ്കിൽ ഉള്ളിൽ അന്തര്യാമി വർത്തിക്കണ്ടേ? ശവത്തിൻ്റെ കയ്യിൽ പൈസ വയ്ക്കാറുണ്ട്, അത് ഒന്ന് സ്വീകരിക്കാറുണ്ടല്ലോ. മരിച്ച ആളുടെ വായിൽ അരിയിടാറുണ്ട്, അത് കഴിക്കുന്നില്ലല്ലോ. അപ്പോൾ നമ്മൾ ആ പൈസ മേടിച്ച് ജീവിക്കണമെങ്കിൽ അന്തര്യാമിയായ ഉള്ളിൽ ചൈതന്യ രൂപത്തിൽ ഭഗവാൻ വർത്തിക്കണം. അപ്പോഴേ പറ്റുള്ളൂ. അങ്ങനെ അന്തര്യാമിയായിരിക്കുന്ന നിന്നെ ഞാൻ നമിക്കുന്നു ഭഗവാനെ. എൻ്റെ പെരുമ പറഞ്ഞ് നടക്കുന്ന സത്സംഗം, സജ്ജനങ്ങളുടെ സംഘം എനിക്ക് വേണം എന്നാണ് അവിടെ പ്രാർത്ഥിക്കുന്നു. ഭക്തിം മുഹുപ്രവഹതാം ത്വയി മേ പ്രസംഗഃ ഭൂയാദനന്തമഹതാമലാശയാനാം ഏനാഞ്ജസോൽപനമുരുവ്യസനം ഭവാബ്ജിം നേഷ്യേ ഭവദ്ഗുണകഥാമൃതപാനമത്തഃ. ചില ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈ ചളിവെള്ളം ഇരിക്കുന്ന സ്ഥലത്ത് അതൊന്ന് നേരാക്കണമെങ്കിൽ അതെന്താ പറയും, അത് നേരാക്കാൻ ഇറങ്ങുന്നവർ, ഈ കക്കൂസ് അതൊക്കെ ക്ലീൻ ചെയ്യാൻ പോകുന്നവർ എന്ത് ചെയ്യും? അതിൻ്റെ മണം ഇല്ലാതിരിക്കാൻ വേണ്ടി കുറച്ച് സേവിക്കും. കാരണം അത് സേവിച്ചാൽ ഇതിൻ്റെ മണമെന്ന് അവർക്ക് പറ്റില്ലേ. അങ്ങനെ ബുദ്ധിമുട്ടുള്ള കാര്യം ചെയ്യുന്നവർ കുറച്ച് സേവിക്കുന്നത് പോലെയാണ് ഈ സംസാരമാകുന്ന ചളിക്കുണ്ടിലിരിക്കുന്ന നമുക്കും കൊണ്ട് സേവിച്ചാൽ സംസാരത്തിൻ്റെ ഈ ദുർഗന്ധം നമ്മളെ ബുദ്ധിമുട്ടിപ്പിക്കില്ലേ? സംസാര വാസനകൾ അതെന്താ? ഭവദ്ഗുണകഥാമൃതപാനമത്തഃ. ഭഗവാന്റെ ഗുണകഥകൾ, ഭഗവാന്റെ കഥകൾ കേട്ടിരിക്കുമ്പോൾ ഈ സംസാര ദുഃഖം നമ്മളെ ബാധിക്കില്ലേ എന്നാണ് ഇവിടെ പറയുന്നു. ഇതൊരു നീചോപമാനമാണ്. നീചോപമാനമായാലും ഉദാഹരണത്തിന് വേണ്ടി മാത്രമേ എടുക്കാവൂ. അങ്ങനെയുള്ള സജ്ജനങ്ങളുടെ സത്സംഗം എനിക്ക് തരണേന്ന് പ്രാർത്ഥിച്ചു. ഭഗവാൻ ധ്രുവനക്ക് 36,000 ഷട്ത്രിംശത് വർഷ 36,000 വർഷം ദീർഘമായ ആയസ്, ആരോഗ്യം, നല്ല ഭാര്യ, കുട്ടികൾ എല്ലാം അനുഗ്രഹിച്ച് ഭഗവാൻ പുറപ്പെട്ടു. ഭഗവാൻ പുറപ്പെട്ട ശേഷമാണ് ധ്രുവൻ കറഞ്ഞുകൊണ്ട് വരുന്നത്. ഭഗവാന്റെ ഒപ്പം പോവാതെ ഭഗവാൻ കൊടുത്ത സാധനങ്ങൾ മേടിച്ചു വന്നല്ലോ വിചാരിച്ച് വിഷമിച്ച് വരുമ്പോഴാണ് ധ്രുവൻ വരുന്ന വിഷയം മനസ്സിലാക്കി ധ്രുവൻ്റെ അച്ഛൻ ധ്രുവനെ രാജാവാക്കി അദ്ദേഹം കാട്ടിൽ ചെന്നു. എൻ്റെ മകൻ 5-6 വയസ്സിൽ തന്നെ 6 വയസ്സിൽ തന്നെ ഭഗവാനെ കണ്ടിട്ട് വന്നു. എനിക്ക് 60 വയസ്സായല്ലോ, ഇനിയും ഭഗവാനെ കാണാതിരുന്നാൽ ചെയ്യാവില്ല പറഞ്ഞ് ധ്രുവൻ്റെ അച്ഛനും കാട്ടിൽ ചെന്ന് തപസ് ചെയ്ത് വനം വിരക്ത പ്രാതിഷ്ഠത്
വിമൃശന്ന് ആത്മനോ ഗതിം. അയാൾ ഭഗവാന്റെ പാദത്തിലെത്തി. ധ്രുവൻ്റെ അനുജൻ ഉത്തമൻ കാട്ടിൽ നായാട്ടത്തിന് ചെന്നപ്പോൾ അവിടെ യക്ഷന്മാരെ കണ്ടു. യക്ഷന്മാരോട് യുദ്ധം ചെയ്തു. അങ്ങനെ യക്ഷന്മാരോട് യുദ്ധം ചെയ്ത് മരിച്ചു. തൻ്റെ അനുജനെ യക്ഷന്മാർ വധിച്ചു കേട്ടപ്പോൾ ധ്രുവൻ എന്ത് ചെയ്തു? യക്ഷന്മാരോട് യുദ്ധത്തിന് പോയി. അപ്പോൾ യക്ഷന്മാരൊക്കെ എന്ത് ചെയ്തു? അവർ ദിവ്യ അസ്ത്രങ്ങൾ പ്രയോഗിച്ച് മായാപ്രയോഗമൊക്കെ ചെയ്യാൻ തുടങ്ങി. കൂരിരുട്ടായി. അങ്ങനെ മായാപ്രയോഗം ചെയ്തപ്പോൾ ധ്രുവൻ കുറച്ച് വിഷമിച്ചു. അപ്പോഴാണ് ഋഷീശ്വരന്മാർ അവിടെ വന്ന് പറഞ്ഞു, ഔത്താനപാദേ ഭഗവാന് തവ ശാർഗധന്വ ദേവകാക്ഷിനോത്തു അവണതാർത്തികതോ വിപക്ഷാണ്. ശാർഗം എന്ന് വില്ല് പിടിച്ചിരിക്കുന്ന ആ ഭഗവാൻ ശാർഗപാണി ഭഗവാൻ, കുംഭകോണത്തിലിരിക്കുന്ന ഭഗവാന്റെ പേരാണ് ശാർഗപാണി. ആ ക്ഷേത്രത്തിലുള്ള ഭഗവാന്റെ പേര്. പഞ്ചായുധങ്ങൾ ഉണ്ടല്ലോ ഭഗവാനത്തിന്: ശംഖ്, ചക്രം, നന്ദകം, കൗമോദകി, ശാർഗം പേരുള്ള വില്ല്. മണമാലി, ഗതി, ശാർഗി, ശംഖി, ചക്രി, നന്ദകി. ആ ശാർഗധന്വ, ആ ശാർഗപാണി ആ ഭഗവാന്റെ പേര് പറഞ്ഞാൽ തന്നെ നമുക്ക് ആവത്തില്ലേ. എന്നാമധേയമവിധായ നിശമ്യ ചാർദ്ധ ലോകോഞ്ചസാ തരതി ദുസ്തരമംഗമൃത്യം. ആ ശാർഗപാണിയായ ഭഗവാനെ സ്മരിച്ചോളൂ പറഞ്ഞപ്പോഴാണ് ഭഗവാന്റെ ഓർമ്മ വന്നു. ഉടനെ നാരായണാസ്ത്രം എടുത്തു. സർവയക്ഷന്മാരെയും നശിപ്പിക്കാൻ വേണ്ടി നാരായണാസ്ത്രം പ്രയോഗം ചെയ്യാൻ തീരുമാനിച്ചപ്പോഴാണ് ധ്രുവൻ്റെ മുത്തശ്ശൻ അവിടെ മണു പ്രത്യക്ഷപ്പെട്ടു. ഒരു യക്ഷൻ നിൻ്റെ അനുജനെ കൊണ്ടതിന് വേണ്ടി സർവയക്ഷന്മാരെ നശിപ്പിക്കാൻ ഇങ്ങനെ നാരായണാസ്ത്രം പ്രയോഗിക്കരുത്. കാരണം ഓരോ ആൾ ചെയ്ത തെറ്റിന് വേണ്ടി എല്ലാവരെയും ശിക്ഷിക്കാൻ പാടില്ലേ എന്നാണ് ഇവിടെ ഉപദേശിക്കുന്നത്. നൻവേകസ്യ അപരാധേന പ്രസംഗ ബഹവോ ഹതാഹ. നമ്മുടെ വീട്ടിൽ എറുമ്പുകളൊക്കെ വരികയായിട്ട് പോകും. എറുമ്പുകൾ വരികയായിട്ട് പോകുമ്പോൾ ഒരു ദുഷ്ടനായ എറുമ്പ് എന്ത് ചെയ്യും? ഗൃഹനാഥൻ്റെ കാലിൽ കയറി കടിക്കും. ഇപ്പോൾ ഗൃഹനാഥൻ നോക്കും, എറുമ്പ് കടിച്ചിട്ടുണ്ടല്ലോ, എവിടെയാണ് എറുമ്പ് നോക്കുമ്പോൾ ഇന്ന് വരികയായിട്ട് പോകുന്ന എറുമ്പുകൾ കാണുമ്പോൾ ചെയ്യും എറുമ്പ് പൊടി മേടിച്ച് എല്ലാവരും തലച്ച് ശരീരത്തിലുണ്ട്. അവസാനം കടിച്ച എറുമ്പ് രക്ഷപ്പെടും, കടിക്കാതെ എല്ലാ എറുമ്പുകളും മരിക്കും. അതുപോലെ ഓരോ ആൾ ചെയ്ത തെറ്റിന് വേണ്ടി എല്ലാവരെയും ശിക്ഷിക്കരുത്. യുദ്ധം നിർത്തിക്കോളൂ. ഭഗവാനെ സന്തോഷിപ്പിക്കാൻ തിദിക്ഷയാ കരുണയാ മൈത്യാച്ച അഖില ജന്തുഷു നല്ല ഉപദേശം കൊടുത്തപ്പോൾ ശരിയെ പറഞ്ഞ് യുദ്ധം നിർത്തി ധ്രുവൻ യുദ്ധം നിർത്തിയപ്പോൾ യക്ഷരാജാവ് കുബേരൻ പ്രത്യക്ഷപ്പെട്ടു. ധ്രുവനോട് ചോദിക്കുന്നു, നിനക്ക് എന്താണ് വരം വേണം? യക്ഷരാജാവ് കുബേരനെ കാണാൻ വേണ്ടിയാണ് എല്ലാവരും ഇപ്പോൾ പൂജ ചെയ്യുന്നു. തമിഴ്നാട്ടിലൊക്കെ കുബേര യന്ത്രം മേടിച്ച് വയ്ക്കാറുണ്ട്, കുബേര പൂജ ചെയ്യുന്നുണ്ട്, കുബേര ഹോമം നടത്തുന്നുണ്ട്. വെറുതെ കുബേര ഹോമം നടത്തിയാൽ പോരാ, ലക്ഷ്മി കുബേര ഹോമം, ലക്ഷ്മി കുബേര യന്ത്രം. ഒരു വീട്ടിൽ ഞാൻ ചെന്നപ്പോൾ ഇങ്ങനെ നമ്പറായിട്ട് ഒരു കലം വരച്ചിരുന്നു. ഇത് എന്നാ നമ്പർ കലം? ഇതാണ് കുബേര കലം. ഇത് വരച്ചാൽ മതി, നല്ല പൈസ കിട്ടും. ഇങ്ങനെ എല്ലാ കലം പോലും കുബേര കലം വരയ്ക്കുന്നുണ്ട്. പക്ഷേ കുബേരൻ സ്വപ്നത്തിൽ പോലും വരുന്നില്ലേ. എന്താ കാരണം? അവൾക്കറിയാം, കുബേരനക്കറിയാം വന്നാൽ എന്താ ചോദിക്കും. കുബേരൻ സ്വപ്നത്തിലില്ലേ, നേരിട്ട് വന്ന് ചോദിക്കുന്നു ധ്രുവനോട്, എന്താ വേണം? സ രാജരാജ എന്നാണ് പേര്. അതുകൊണ്ടാണ് ഭഗവാനത് കർപ്പൂരം ഒഴിയുമ്പോഴും എല്ലാവരും ഭഗവാന്റെ നാരായണൻ്റെ മന്ത്രം പറയണ്ടേ, ഇല്ലെങ്കിൽ ദേവിയുടെ മന്ത്രം പറയണ്ടേ. തമിഴ്നാട്ടിൽ മിക്കവാറും ഏത് അമ്പലത്തിൽ പോയാലും ഈ കർപ്പൂരം ദീപാരാധന ചെയ്യുന്ന സമയത്ത് മന്ത്രം ഒഴിയുന്നത് കുബേരൻ്റെ മന്ത്രമാണ്. രാജാധിരാജായ പ്രസഹ്യ സാഹിനേ നമോ വയം വൈ ശ്രവണായ കുർമഹേ സമേ കാമായ മഹ്യം കാമേശ്വരോ വൈ ശ്രവണോ ദദാതു കുബേരായ വൈശ്രവണായ മഹാരാജായ നമഃ. വൈശ്രവൺ മഹാരാജൻ എന്നാണ് പേര്. കാരണം രാജരാജ എന്ന് വരായ ചോദിത, രാജാധിരാജ ആ മന്ത്രമേ പറയുള്ളൂ മിക്കവാറും എല്ലാവരും. എന്താ കാരണം? കുബേരൻ്റെ അനുഗ്രഹം കിട്ടാൻ വേണ്ടിയാണ് തോന്നുന്നു. എന്തായാലും കുബേരൻ നേരിട്ട് വരാറില്ല. ഇവിടെ ധ്രുവനോട് ചോദിച്ചു, എന്ത് വരം വേണം? ധ്രുവൻ പ്രാർത്ഥിക്കുന്നു, ഹരൗസ വവ്രേ അചലിതാം സ്മൃതിഞ്ജയ. ഭഗവാന്റെ പാദത്തിൽ മാറാത്ത ഭക്തി ഉണ്ടാവണം എന്ന് ചോദിച്ചപ്പോഴാണ് തഥാസ്തു. കുബേരൻ്റെ കയ്യിൽ ഭക്തിയുണ്ട്. ഭക്തിയുള്ള ആൾക്കാർക്കേ ഭക്തി കൊടുക്കാൻ പറ്റുള്ളൂ. കുബേരനക്ക് ആരോടാണ് ഭക്തി? മഹാദേവനോടാണ് കൂടുതൽ ഭക്തി. ഏതായാലും ഭക്തിയുള്ള ആളാണ്. അതുകൊണ്ടാണ്
കുബേരൻ മഹാദേവനക്ക് എപ്പോഴും ചാമരം വീശിക്കൊണ്ടിരിക്കുന്നു കൈലാസത്തിലിരുന്ന്. അങ്ങനെ കുബേരൻ ധ്രുവനെ അനുഗ്രഹിച്ചു. അപ്പോഴാണ് കുബേരൻ ചോദിച്ചു ധ്രുവനോട്, നിനക്ക് ഭക്തി കിട്ടാൻ കാരണം ആരാണ്? എൻ്റെ ഗുരുനാഥൻ നാരദനാണ്. അപ്പോൾ കുബേരൻ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചു, ഈ നല്ല കുട്ടിയെ തയ്യാർ ചെയ്തിട്ടുണ്ടല്ലോ നാരദന്, എനിക്ക് 2 കുർത്തം കെട്ട കുട്ടികളുണ്ട്, നളഗോപരൻ മണിഗ്രീവൻ, അവരെയും കൊണ്ട് നേരാക്കി തന്നാൽ കുഴപ്പമില്ല. എന്നാൽ നാരദനോട് പ്രാർത്ഥിച്ചിട്ടുണ്ടാവും. ഇവിടെ പറഞ്ഞില്ലെങ്കിലും പ്രാർത്ഥിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാണ് നാരദൻ കുബേരൻ്റെ പുത്രന്മാരായ നളഗോപരൻ മണിഗ്രീവന്മാരെയും വൃന്ദാവനത്തിൽ കൃഷ്ണൻ്റെ വീട്ടിൽ വാതിൽ മരമായി ജനിച്ചോളൂ, നിങ്ങളുടെ ഇടയിൽ കണ്ണൻ പോകുമ്പോൾ ശാപവിമോചനമൊക്കെ അവരെ അനുഗ്രഹിക്കാൻ കാരണം. ഇങ്ങനെ ധ്രുവൻ കുറച്ചു കാലം രാജ്യഭരണം നടത്തി. പിന്നെ പുത്രൻ്റെ കയ്യിൽ രാജ്യം ഏൽപ്പിച്ച് ബദരികാശ്രമം ചെന്നു. അവിടെ ചെന്ന് ആ വാസുദേവമന്ത്രം അനവരതം ജപിച്ച് പിന്നെ വൈകുണ്ഠത്തിൽ നിന്ന് വിമാനം വന്നപ്പോൾ തൻ്റെ ഭൂതോടം അവിടെ നീക്കി ദിവ്യരൂപം സ്വീകരിച്ച് ആ വിമാനത്തിൽ കയറുന്ന സമയത്താണ് തല താഴ്ത്തി നിൽക്കുന്നു ആരാ? മരണദേവത മൃത്യുദേവൻ. ആ യമൻ്റെ ശിരസിൽ കാല് വച്ച് ആ വിമാനത്തിൽ മൃത്യോർമൂർധി പദം ദത്വ ആറുരോഹ അദ്ഭുതം ഗൃഹം. അങ്ങനെ വൈകുണ്ഠ വിമാനത്തിൽ കയറി ധ്രുവസ്ഥാനം, ഉറപ്പായ ചലിക്കാത്ത ഒരു സ്ഥാനം വേണം പ്രാർത്ഥിച്ചുകൊണ്ട് ഇപ്പോഴും ധ്രുവ നക്ഷത്രമായി പ്രകാശിക്കുന്നു. എല്ലാവർക്കും ധ്രുവൻ ഭക്തൻ്റെ കഥ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഇപ്പോഴത്തെ കുട്ടികൾക്ക് ധ്രുവൻ സ്റ്റാർ അറിയാമോ? അപ്പോൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടല്ലോ. അതാണ് ഏറ്റവും മുകളിൽ ധ്രുവൻ സ്റ്റാറായിട്ട് പ്രകാശിക്കാൻ കാരണം എന്താ? ആ ഭഗവാനെ പൂജിച്ചതിൻ്റെ മഹിമയാണ്. എപ്പോഴും സത്സംഗം വേണം പ്രാർത്ഥിച്ചത് കൊണ്ടാണ്. ധ്രുവ നക്ഷത്രത്തിൻ്റെ തൊട്ടടുത്ത് സപ്തരീശ്വരന്മാരുടെ നക്ഷത്രം നമുക്ക് കാണാം. ധ്രുവൻ അങ്ങനെ വിമാനത്തിൽ കയറി നക്ഷത്രസ്ഥാനത്തിലേക്ക് ചെല്ലുന്ന സമയത്ത് തൻ്റെ അമ്മയെ ഓർത്തു. എൻ്റെ അമ്മയല്ലേ എനിക്ക് നല്ല ബുദ്ധിയൊക്കെ പഠിപ്പിച്ചത്. എൻ്റെ അമ്മ എവിടെ ചോദിച്ചപ്പോൾ അവർ കാണിച്ചു കൊടുത്തു. മുമ്പത്തെ വിമാനത്തിൽ ധ്രുവൻ്റെ അമ്മ പോകുന്നത് കാണിച്ചു കൊടുത്തു. പുറോ യാണീന ഗച്ഛതി. അവിടെ നിന്നും മുമ്പിൽ പോകുന്ന വിമാനത്തിൽ നിന്നും സുനീതി ഇങ്ങനെ ടാറ്റ കാണിച്ചു. ധ്രുവൻ ഇങ്ങനെ ശരി വരാൻ പറഞ്ഞു. പണ്ടത്തെ വിമാനത്തിൽ തന്നെ പരസ്പരം നോക്കി ടാറ്റ കാണിക്കാൻ പറ്റും. ഇപ്പോൾ അങ്ങനെ ഇല്ലേ. അങ്ങനെ ധ്രുവൻ ഇപ്പോഴും ധ്രുവ നക്ഷത്രമായി പ്രകാശിക്കുന്നു. ഈ ധ്രുവ ചരിത്രം ആരാണ് കേൾക്കുന്നുവോ അവർക്ക് എല്ലാവിധമായ മംഗളം ഉണ്ടാവും പറഞ്ഞുകൊണ്ടാണ് ഈ ധ്രുവചരിത്രം ഇവിടെ സമർപ്പിക്കുന്നു.